പൗത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ദർശൻ വേദയെടുത്ത് പറയാണ്, എന്തുവായാലും ഒരു കാര്യം ചെയ്യും, വരുണിൻ്റെ വീട്ടിൽ ചെന്നൊന്ന് പറഞ്ഞു നോക്കുക. വരുണിൻ്റെ അമ്മയ്ക്ക് വേദയുടെ വിഷമം മനസ്സിലാവാതിരിക്കത്തില്ല. അപ്പം അവരിതിനകത്ത് ഇടപെട്ട് സംസാരിക്കാതിരിക്കില്ല. നേരത്തെ നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടല്ലോ എന്ന് വേദയെടുത്ത് പറയണം. വേദ പറയണേ, ഒന്ന് പോയി നോക്കാം എന്ന് പറയണം. ഈ സമയത്താണെങ്കിൽ ശ്രീകാന്തിൻ്റെ അടുത്ത് വർഷയുടെ അച്ഛൻ വന്ന് ശ്രീകാന്ത് ആ പെണ്ണുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ അടുപ്പമൊന്നുമില്ല, എന്നിട്ടാണോ നീ അവളുടെ ഫോട്ടോനൊക്കെ ലൈക്ക് ചെയ്യുകയും നിങ്ങളെ കറങ്ങി നടക്കുകയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. ഇത് വർഷയാണെങ്കിൽ ഡെലിവറിക്ക് പോയ സമയത്ത് ഞാൻ അവളെ കണ്ടെന്നേ ഉള്ളൂ, അല്ല ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല, ഇനി ഞങ്ങൾ തമ്മിൽ കാണത്തില്ല എന്നും പറഞ്ഞിട്ട് ആ പിരിഞ്ഞെന്നൊക്കെ കാര്യം പറയാണ്. എന്നിട്ട് പറയാണ്, ഞാനിപ്പം വന്നത് വേറൊരു കാര്യം പറയാനാണ്. എന്താ വെച്ചാൽ വന്നതെന്ന് ചോദിക്കുകയാണ്. അത് ദീപ്തിയെ ഞാൻ കണ്ടായിരുന്നു. എവിടെ വെച്ച്? ബീച്ച് വെച്ച്. കൂടെ ഒരു പയ്യനും ഉണ്ടായിരുന്നു. ഒരു പയ്യനോ? കൂടെ ഒരു പയ്യനും ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ തമ്മിൽ സംസാരിക്കുന്ന ഇടപെടുന്നതും കണ്ടപ്പം അത്ര ഒരു സുഖകരമായി തോന്നിയില്ല. അതുകൊണ്ടാണ് വന്നൊന്ന് അറിയിക്കാം എന്ന് വിചാരിച്ചത്. വീട്ടിൽ വന്ന് പത്മയുടെ അടുത്തും ശങ്കറിൻ്റെ അടുത്തും പറയാനെന്ന് പറഞ്ഞാൽ വന്നത്. അപ്പോഴാണ് നിന്നെ കണ്ടതും നീ ഇറങ്ങി വന്നതും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞേ എന്ന് വർഷയുടെ അച്ഛൻ പറയുകയാണ്. ഇത് ഇവിടെ പറയണ്ട, ഞാനായിട്ട് പറഞ്ഞോളാം എന്ന് ശ്രീകാന്ത് പറയുകയാണ്. അച്ഛനിപ്പം ഇവിടെ പറയണ്ട, ഞാൻ പറയാം, ഞാൻ അച്ഛനോടും അതുപോലെ ദീപ്തിയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കട്ടെ എന്ന് പറയാണ്. എനിക്ക് അവർ തമ്മിലുള്ള ആ ബന്ധം അത്ര ശരിയായിട്ട് തോന്നിയില്ല എന്ന് വർഷയുടെ അച്ഛൻ വീണ്ടും പറയുകയാണ്. ശങ്കരൻ ഇറങ്ങി വന്ന് ഇപ്പം വന്ന് എന്നും ചോദിച്ചുകൊണ്ട് വിളിച്ചകത്തേക്ക് ഇരുത്തുകയാണ്. വർഷയ്ക്കും കുഞ്ഞിനും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. എന്നത്തേക്ക് അവരിങ്ങോട്ട് വരും എന്ന് പത്മ ചോദിക്കുകയാണ്. ഉടനെ ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അവൾക്ക് അവിടെ നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടം. കുറച്ച് ദിവസം കൂടെയൊക്കെ നിന്നിട്ടേ വരുത്തോളൂ എന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ വല്ലാതെ നിൽക്കുകയാണ്. ദീപ്തിയോ? ദീപ്തി പഠിക്കാൻ പോയേക്കുക എന്ന് പത്മ പറയുകയാണ്. ദീപ്തിക്ക് ഇപ്പോൾ എന്തെങ്കിലും കല്യാണാലോചന നോക്കുന്നോ എന്ന് വർഷയുടെ അച്ഛൻ ചോദിക്കുകയാണ്. നോക്കണം, അടുത്ത വർഷം അവരുടെ കല്യാണം നടത്തണം എന്ന് ശങ്കരൻ പറയാണ്. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തുന്നത് നല്ലത്, കാരണം പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേരെ പെട്ടെന്ന് തന്നെ കെട്ടിച്ചയക്കണം എന്നൊക്കെ വർഷയുടെ അച്ഛൻ പറയുകയാണ്. ഈ സമയത്താണെങ്കിൽ വേദയാണെങ്കിൽ വരുണിൻ്റെ വീട്ടിലെത്തുവാണ്. വരുണിൻ്റെ വീട്ടിലെത്തി വരുണിൻ്റെ അമ്മയാണെങ്കിൽ മോളാണോ, വാ മോളെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അകത്തിരുത്തുന്നുണ്ട്. എന്തുണ്ട് വിശേഷം, എന്താ മോൾ ഇങ്ങോട്ട് വരാൻ കാരണം എന്നൊക്കെ വരുണിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ചായ എടുത്തുകൊണ്ട് വരാം എന്നും പറഞ്ഞ് ഒരു ചായ ഇട്ടുകൊണ്ട് വന്ന് വേദയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം പറയുകയാണ്, ഇവിടുത്തെ വരുൺ എൻ്റെ അനിയത്തി ദീപ്തിയായിട്ട് അടുപ്പത്തില്ല. വരുണിന് വിക്രമത്തിനോട് നല്ല പകയുണ്ട്. കാരണം അന്നത്തെ ഒരു സംഭവം അറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചേച്ചിയെടുത്ത്. അന്ന് വിക്രം അവനെ അടിച്ചതിൻ്റെ ഒരു വിരോധമുണ്ട്. മാത്രമല്ല വാസവന് അതിൽ കൂടുതൽ വിരോധം ഞങ്ങളോടുണ്ട്. അതെല്ലാം പകയായി മനസ്സിൽ വെച്ച് വരുൺ ഇറങ്ങിയിരിക്കുകയാണ്. വരുണിൻ്റെ അനിയത്തിയെ പ്രേമം നടിച്ച് വശത്താക്കിയിരിക്കുകയാണ്. അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവൾക്ക് മനസ്സിലാവുന്നില്ല. അവൾ അവൻ്റെ സൈഡിൽ നിന്ന് തന്നെ സംസാരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ വെച്ച് എങ്ങോട്ട് പരിചയപ്പെട്ടതാണ്. അവൾ വിചാരിക്കുന്നത് അവൻ നല്ലവനാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ കാര്യങ്ങളൊക്കെ അവൾക്കറിയാം. ഇപ്പം അവന് നല്ല മാറ്റമുണ്ടെന്നും താൻ കാരണമാണ് അത് മാറിയതെന്നൊക്കെയാണ് വിചാരിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറുമല്ല. പക്ഷെ നമുക്കൊക്കെ അറിയത്തുള്ളൂ വരുൺ അവളെ ട്രാപ്പ് ചെയ്യാന്ന്. ഞങ്ങളാരും പറഞ്ഞിട്ട് അവൾ കേൾക്കാൻ തയ്യാറായില്ല. വരുണിനോട് ചേച്ചി തന്നെ ഒന്ന് സംസാരിക്കുക, അതിനാണ് എനിക്കിപ്പോൾ ചേച്ചിയുടെ ഒരു സഹായം വേണം എന്ന് പറയുകയാണ് വേദ. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്ക് വരുണിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട്. അങ്ങനെ വരുണിൻ്റെ അമ്മ വരുണിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ വരുൺ അങ്ങോട്ട് വരുന്നുണ്ട്. വരുൺ വരുമ്പോഴേ വരുണിൻ്റെ അമ്മ ചെന്നിട്ട് ചോദിക്കുകയാണ്, ഇതാരാന്നറിയാവോ എന്ന് ചോദിക്കുകയാണ്. അറിയാം, എന്തിനാ വന്നെന്നും അറിയാം എന്ന് വരുൺ പറയുകയാണ്. അപ്പം വരുണിൻ്റെ അമ്മ പറയാണ്, നീ അന്നേ അങ്ങ് ചത്താൽ മതിയായിരുന്നു, നീ ഇങ്ങനെ ജീവിച്ചിരുന്ന് എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന എന്തിനാണ്? ഇനി നിൻ്റെ അച്ഛനെ പോലെ തന്നെ ഓരോ കുടുംബം നശിപ്പിക്കാനും നീ ഇറങ്ങിപ്പെട്ടേക്കുവാണോ? അന്നൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച് ഇനി അടുത്ത പെൺകുട്ടിയുടെ ശാപകൂടെ വാങ്ങിച്ചു കൂട്ടാനാണോ നീ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. നീ എന്തിനാ ഇങ്ങനെ മഹാപാപങ്ങൾ ചെയ്യുന്നത് എന്ന് വരുണിൻ്റെ അമ്മ ചോദിക്കുകയാണ് സങ്കടത്തോടെ. അമ്മേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ ദീപ്തിയെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. അവരുടെ കൂടെ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹവുമുണ്ട്. അപ്പം വേദ വന്നിട്ട് പറയാണ്, നീയാണെങ്കിൽ നിൻ്റെ പക തീർക്കുമല്ലേ, വിക്രത്തിനോടുള്ള പക എൻ്റെ അനിയത്തിയോട് തീർക്കാൻ വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. ഒരിക്കലും ഇല്ല, ഞാൻ ദീപ്തിയെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. അവളുടെ കൂടെ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹവുമുണ്ട്. പറ്റുമെങ്കിൽ അതൊന്ന് ഞങ്ങളെ സഹായിച്ച് ഒന്ന് നടത്തി തരിക.
അപ്പം വരുണിൻ്റെ അമ്മ പറയുകയാണ്, നീയാണെങ്കിൽ നിൻ്റെ പക തീർക്കാൻ വേണ്ടി ആ പെൺകുട്ടിയെ തിരഞ്ഞെടുക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ വരുൺ പറയാണ്, ഒരിക്കലും ഇല്ലമ്മേ, ഞാൻ അവളെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിച്ചത്. അവളെ എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്നുണ്ട്. നേരത്തെ ഞാൻ തെറ്റ് ചെയ്തു, അത് സമ്മതിച്ചു. അത് എൻ്റെ അറിവില്ലായ്മയും അച്ഛൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഊതി തന്നെ പകയും പ്രതികാരവും കൊണ്ട് പറ്റിയതാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മനുഷ്യനായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് എൻ്റെ കൂടെ ദീപ്തി ഉണ്ടായേ പറ്റൂ. അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ അടുത്തത്. ഒരിക്കലും ദീപ്തിയുടെ ചേട്ടൻ വിക്രമിനോടുള്ള പ്രതികാരം കൊണ്ടല്ല ഞാനിങ്ങനെ ദീപ്തിയെ ആയിട്ട് ഇഷ്ടത്തിലായത് എന്ന് വരുൺ പറയുകയാണ്. അപ്പോൾ വരുൺ പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് വേദയ്ക്ക് വരുൺ പറയുന്നതിൽ എന്തോ സത്യസന്ധത ഉള്ളതുപോലെ തോന്നി. വരുണിൻ്റെ സങ്കടത്തോടുള്ള പറച്ചിൽ കേട്ടപ്പോഴത്തേക്ക് വരുണിൻ്റെ അമ്മയ്ക്ക് സങ്കടമായി ആവുന്നതുമുണ്ട്. അങ്ങനെ വേദ പറയാണ്, ശരി ചേച്ചി, ഞാൻ അവളോട് സംസാരിക്കട്ടെ എന്നും പറഞ്ഞങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് വരുണും ദീപ്തിയും കൂടി സംസാരിക്കുകയാണ്. അങ്ങനെ പറയാണ്, ചേച്ചി ഇങ്ങനെ വേദ ചേച്ചി ഇങ്ങനെ വീട്ടിൽ വന്ന കാര്യവും സംസാരിച്ച കാര്യമൊക്കെ പറയുകയാണ്. ദീപ്തിയോട് പറയാണ്, നിന്നോട് ഞാൻ ഇപ്പോഴും പറയാണ്, നിനക്ക് വേണമെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറാം, നമുക്ക് ഇത് വേണ്ടാന്ന് വെക്കാം എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ദീപ്തിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ദീപ്തി പറയാണ്, നമ്മളൊരിക്കലും ഇത് വേണ്ടാന്ന് വെക്കാനല്ലല്ലോ നമ്മൾ ഇഷ്ടപ്പെട്ടത്, നമ്മൾ ഒരുമിക്കാൻ വേണ്ടി തന്നെയല്ലേ ഇഷ്ടപ്പെട്ടത്. ആരെന്ത് പറഞ്ഞാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ദീപ്തി പറയുകയാണ്. ആർക്കും വേണ്ടി ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്നൊക്കെ ദീപ്തി പറയുന്നുണ്ട്. വരുൺ പറയുന്നുണ്ട്, അതല്ല, എല്ലാവരും വിചാരിക്കുന്ന വിക്രം ചേട്ടനോടുള്ള എൻ്റെ വിരോധം കൊണ്ടാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടതും നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായെന്നാണ് എല്ലാവരും പറയുന്നത് എന്നുള്ള കാര്യം വരുൺ ദീപ്തിയോട് പറയുകയാണ്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ വേദ ഇങ്ങനെ വരുൺ പറഞ്ഞ കാര്യമൊക്കെ വീട്ടിൽ നിന്ന് ആലോചിക്കുകയാണ്. അങ്ങോട്ടേക്ക് വിക്രം വരികയാണ്. വിക്രം വരികയാണ്, എന്താ വേദാമളാമ്മേ, എന്താ ഈ ആലോചിക്കുന്നത്? അല്ല, ഞാൻ ഇന്ന് വരുണിൻ്റെ വീട്ടിൽ പോയിരുന്നു. നീയോ? ആ, വീട്ടിൽ പോയിട്ട് നീ ആ വാസവനെ കണ്ടോ? ഏയ് ഇല്ല, ഞാൻ വരുണിൻ്റെ അമ്മയെ കണ്ട്. അമ്മ എന്താ പറഞ്ഞു? ഞാൻ ആ അമ്മയെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാരണം ആ ചേച്ചി എന്താ പറഞ്ഞു? ആ ചേച്ചി ഒരു നല്ല സ്ത്രീ. ആ ചേച്ചി എന്താ പറഞ്ഞു? അവനെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം അവൻ നമ്മൾ വിചാരിച്ച പോലെ അല്ലെന്നാണ് വിക്രം തോന്നുന്നത്. അവനും ദീപ്തിയും ആത്മാർത്ഥമായുള്ളൊരു സ്നേഹമാണെന്നാണ് തോന്നുന്നത്. അവന് നല്ല മാറ്റമുള്ളതുപോലെ തോന്നി. ഇത് കേട്ടപ്പോഴത്തേക്ക് വിക്രമാണെങ്കിൽ അങ്ങ് ചിരിക്കാൻ തുടങ്ങി. അവൻ എന്ത് മാറ്റം വരാൻ? അവൻ ആ വാസവൻ്റെ മോനല്ലേ. അവൻ ആ പെൺകുട്ടിയുടെ ചെയ്തത് ഞങ്ങൾ നേരിൽ കണ്ട കാര്യമാണ്. അവൻ ഒരിക്കലും മാറ്റമുണ്ടാകത്തില്ല എന്ന് പറയാണ്. അല്ല വിക്രം, ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ എനിക്ക് അവന് നല്ല മാറ്റമുള്ളതായി തോന്നിയാണ്. അപ്പോൾ വിക്രം വീണ്ടും കളിയാക്കി ചിരിക്കുകയാണ് വേദ. ഇതൊക്കെയാണ് ഇന്നത്തെ സ്റ്റോറി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം.